ഏതോ ഒരുത്തൻ മാനസിക രോഗിയായി ഞാനാണ് മഹ്ദി എന്ന് പറഞ്ഞാൽ ഇജ്ജയിന്റെ പിന്നാലെ കൂടെ ഉണ്ടാ അനക്കന് ഉതിറില്ല. ഉഷാറിലിരിക്കണം. ഇപ്പൊ ചില കൾട്ടുകളാണ് എന്ത് മഹ്ദി സംഘം. ഇപ്പോൾ ലോകത്ത് 20-ലേറെ സംഘം, ഞാൻ പഠിച്ച സംഘങ്ങൾ ഇപ്പൊ ലോകത്തുണ്ട്, പണ്ടുണ്ട്. ഇപ്പൊ സുഡാനിലുണ്ടായിരുന്ന ഒരു മഹ്ദിയാണിത്. ഇയാൾ 1885 മരിച്ചിട്ടുണ്ട്. ഇയാൾ മഹ്ദി. ഇയാളുടെ പേര് മുഹമ്മദ് അഹമ്മദ്. ഇയാൾ മഹ്ദിയാന്ന് വാദിച്ചു. ഇയാൾ ജനനം 1843, മരണം 1885. 1843 ജനിച്ചിട്ട് 1885 മരിച്ച ആളാണ് ഈ മുഹമ്മദ് അഹമ്മദ്. ഇയാൾ വാദിച്ചു എന്നല്ല, അയാളുടെ ലോകം കുഴങ്ങി. അവസാനം ബ്രിട്ടൻ അയാളോട് യുദ്ധത്തിന് വന്നു. 1885 ബ്രിട്ടൻ തോറ്റു ഇയാളെ സൈന്യത്തോട്. അയാൾ മഹ്ദി സ്റ്റേറ്റ് സ്ഥാപിച്ചു സുഡാനിൽ. ഇയാൾ വാദിച്ചിട്ടുണ്ട്. കാരണം ഈ കൾട്ട് ഇവർക്കൊരു പ്രശ്നമുണ്ട്, ഇവർക്ക് അനുയായികൾ ഭയങ്കര തീവ്രവാദികളായിരിക്കും. കാരണം അവരെ മുന്നിൽ ഒന്നും പേടിക്കല്ല. കാരണം ലോകം നാളെ മനുഷ്യ അവസാനിക്കാൻ പോകല്ലേ. അപ്പൊ നമ്മൾ ചെയ്താൽ മരിച്ചോളാം. ഞാൻ ഇപ്പൊ പറഞ്ഞു ഇറാനികളുടെ പ്രശ്നം, ഈ ഇറാനികളോട് മുട്ട പോകരുത്. ഈ ഇറാനികൾ മാനന്മാരായതുകൊണ്ടല്ല, ഒരു കൂട്ടർക്ക് ജീവൻ പോകാൻ പേടിയില്ലെങ്കിൽ പിന്നെ ഓരോടും എന്തിനാ മുട്ട പോണ്? അത് വലിയ തലവേദന ഉണ്ടാക്കും. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അമേരിക്ക ഹോർമസ് മുതലേക്ക് പിടിച്ചടക്കി ഇറാനിയും പിടിച്ചടക്കാൻ പ്രശ്നം തീരില്ല. കാരണം ഇവർ പ്രാന്തന്മാരാണ്. ഈ പ്രാന്ത സംഘം ഇനി ലോകത്തിന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നേതാക്കന്മാരെ കൊല്ലും. പിന്നെ അവരുടെ കൂട്ടത്തിൽ സെൽഫ് ബോംബുകൾ ഉണ്ടാവും. അങ്ങാടിന്റെ നടുവിൽ പൊട്ടും. അവരെ വിശ്വസിക്കാനേ പറ്റൂല. ഒരു കാലത്തും അവർ നമ്മളോട് കോംപ്രമൈസിക്കാനായാലും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ അലി ലാരിൻജാനിനെ കൊന്നു. അത് അവരെ രണ്ടാമത്തെ ആളാണ്. അതായത് ബുദ്ധികേന്ദ്രമാണ്. ഇതിൽ അമേരിക്ക ചെയ്ത മുഴുവൻ ബുദ്ധിശൂന്യതയാണ്. അവരെ നിങ്ങൾ കൊല്ലണ്ട. ഇറാനെ തോൽപ്പിച്ചിടാണം. ഇറാനെ തോൽപ്പിച്ച് ഇറാനെ വൈപ്പെടുത്തിയതിനു ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും സദ്ദാം ഹുസൈനെ കൊന്നതുപോലെയല്ല. സദ്ദാം ഹുസൈൻ ആത്മീയ നേതാവല്ല. അതേസമയത്ത് കാംനായി ആത്മീയ നേതാവാണ്. ആ ഒരു വാശി ജനങ്ങൾക്ക് വിടനല്ല. അതിൽപ്പെട്ട ഒരാളാണ് ഒരു ആത്മീയ നേതാവ്. ഇയാൾ മഹ്ദി സ്റ്റേറ്റ് സ്ഥാപിച്ചു. തോൽപ്പിച്ചു. ആരെ? ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചു 1885. അന്ന് ബ്രിട്ടീഷുകാര് പിന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ആളുകളുമാണ്. എന്നിട്ട് തോറ്റ് ഓടി. കാരണം ആജാദി യുദ്ധമാണ് ഇവർ നടത്തിയത്.